വളരെ കാലം മുമ്പ് പുരാതന അയർലൻഡിൽ വളരെ ദയയോടും ശക്തിയോടും കൂടി തന്റെ ദേശങ്ങൾ ഭരിച്ചിരുന്ന ലിർ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ലോകത്ത് മറ്റെന്തിനേക്കാളും സ്നേഹിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ 4 കുട്ടികളെയാണ്. മൂത്തത് മകളായിരുന്നു. ഫിയാനുവാല എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ 3 ഇളയ സഹോദരന്മാർ, അവരുടെ പേര് അയോദ്, ഫിയാക്ര, കോൺ. ഫിയോനുവാല വളരെ സ്നേഹനിധിയായ ഒരു സഹോദരിയായിരുന്നു. ആ 4 കുട്ടികളും കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ കളിച്ചും ചിരിച്ചും അവരുടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ കോട്ടയിലാണ് അവർ താമസിച്ചിരുന്നത്. അടുത്തു തന്നെയായി നല്ല തെളിഞ്ഞ നദി ഒഴുകുന്നുണ്ടായിരുന്നു. നല്ല കുളിർമയുള്ള കാറ്റും പിന്നെ കാലത്ത് തന്നെ പക്ഷികളുടെ മനോഹരമായ സംഗീതവും ഒക്കെയായി ആ സ്ഥലം ഒരു മനോഹരമായ സ്ഥലമായിരുന്നു. കുട്ടികൾ താഴ്വരകളിലൂടെ ഓടിക്കളിക്കുകയും കാട്ടുപൂക്കൾ പറിച്ച് അച്ഛന് കൊണ്ടുവന്ന് ബൊക്കെയായി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ദുഃഖം കടന്നു വന്നു. രാജാവിന്റെ പ്രിയ പത്നി മരിച്ചുപോയി. രാജാവിന് ആ ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ വളരെ ദുഃഖിതനായി കുറെ നാൾ കഴിഞ്ഞു. പിന്നീട് തന്റെ ദുഃഖം ലഘൂകരിക്കുവാൻ വേണ്ടി അയാൾ വീണ്ടും ഒരു വിവാഹം കഴിച്ചു. അയോഫെ എന്ന സുന്ദരിയായ സ്ത്രീയായിരുന്നു അയാൾ വിവാഹം കഴിച്ചത്. അവർ പുറമേ കാണാൻ സുന്ദരിയായിരുന്നുവെങ്കിലും അവരുടെ മനസ്സ് ഒട്ടും സുന്ദരമല്ലായിരുന്നു. അവരുടെ മനസ്സിൽ അസൂയയും വൈരാഗ്യബുദ്ധിയും നിറഞ്ഞതായിരുന്നു. ലിർ രാജാവിന് തന്റെ മക്കളോടുള്ള സ്നേഹം കാണുമ്പോൾ അവർക്ക് വളരെയധികം ദേഷ്യം വരുമായിരുന്നു. പക്ഷേ അവൾ കുട്ടികളോട് പുറമേ ദേഷ്യമൊന്നും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവളെ വിശ്വസിച്ചിരുന്നു. ആ 4 കുട്ടികളെയും വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കളയണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം തന്റെ കുതിരവണ്ടിയിൽ കയറ്റി ദൂരെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞ് അവൾ കൊണ്ടുപോയി. അവരെ ശാന്തമായ ഒരു തടാകക്കരയിലേക്കാണ് അവൾ കൊണ്ടുപോയത്. തങ്ങൾ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലമാണിതെന്ന് കുട്ടികൾക്ക് തോന്നി. ആ തടാകത്തിന് മുകളിൽ നിറയെ ആമ്പലുകൾ പൊങ്ങിക്കിടക്കുന്നു. നീലാകാശം പ്രതിഫലിക്കുന്ന സ്ഫടികം പോലെ തിളങ്ങുന്ന തടാകം. പക്ഷേ കുട്ടികൾ 4 പേരും തടാകക്കരയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയോഫയുടെ മുഖഭാവം മാറി. അവൾ ദുഷ്ടാത്മാക്കളെ വിളിച്ചു വരുത്തി എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചു. എന്നിട്ട് കുട്ടികളെ നോക്കി ഒരു തണുത്തു മരവിച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ തടാകത്തിലെ അരയന്യങ്ങളായിരിക്കും. 4 അരയന്യങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദവും മനസ്സും ഉണ്ടെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് മനുഷ്യകുഞ്ഞുങ്ങളായി നിങ്ങളുടെ അച്ഛൻ്റെ മക്കളായി തിരിച്ചു വരാൻ പറ്റില്ല. കുട്ടികൾ പരിഭ്രാന്തരായി പരസ്പരം നോക്കി. പക്ഷേ അവർക്കൊന്ന് നിലവിളിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ തടാകക്കരയിൽ നിന്നും തടാകത്തിന്റെ ഉപരിതലത്തിലെത്തിയിരുന്നു. അരയന്യങ്ങളായി മാറിയിട്ട് വെളുത്ത തൂവലുകളും വളരെ നീളമുള്ള കഴുത്തുകളുമൊക്കെയായി കുട്ടികൾ ദുഃഖത്തോടെ പരസ്പരം നോക്കി. അയോഫെ ചെയ്ത മന്ത്രവാദം വളരെ ശക്തമായിരുന്നു. എന്നാൽ തിരിഞ്ഞു പോകുമ്പോൾ അയോഫയ്ക്ക് കുറച്ച് പശ്ചാത്താപം തോന്നി. അതുകൊണ്ട് അയോഫെ പറഞ്ഞു, 900 വർഷങ്ങൾ നിങ്ങൾ ഈ നിലയിൽ തുടരുക. അതിനുശേഷം ഈ മന്ത്രവാദത്തിന്റെ ശക്തി ഇല്ലാതെയാവും. അവർ ഇപ്പോൾ പൊങ്ങിക്കിടക്കുന്ന ഈ തടാകത്തിൽ 300 വർഷം, പിന്നെ മോയിൽ എന്ന കൊടുങ്കാറ്റുള്ള കടലിൽ 300 വർഷം, ഇനിസ് ഗ്ലോറ എന്ന ശാന്തമായ കടലിൽ അവസാനം 300 വർഷം. അത് കഴിയുമ്പോൾ ഈ മന്ത്രവാദത്തിന്റെ ശക്തി തകർന്ന് അവർക്ക് വേണമെങ്കിൽ മനുഷ്യരൂപം പ്രാപിക്കാം. കുട്ടികൾ ആ തടാകത്തിൽ നിന്നും കരഞ്ഞു. പക്ഷേ അവർക്ക് കരയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനാവുമായിരുന്നില്ല. അയോഫെ തിരിച്ചു വന്ന് ലിർ രാജാവിനോട് തന്റെ 4 കുട്ടികളും തടാകത്തിൽ മുങ്ങി മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞു. ലിർ രാജാവിന് ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഓടി ആ തടാകക്കരയിൽ വന്നു. തന്റെ മക്കളെ പേരെടുത്ത് വിളിച്ചു. അപ്പോഴതാ ദൂരെ നിന്നും തന്റെ മക്കളുടെ ചെറിയ ശബ്ദങ്ങൾ അയാൾ കേൾക്കുന്നു. അവർ പാടുന്നത് പോലെ മധുര ശബ്ദത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ആ 4 അരയന്യങ്ങളും രാജാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങളെ 4 പേരെയും അരയന്യങ്ങളാക്കി മാറ്റി. ഇനി ഒരിക്കലും അച്ഛന്റെ മക്കളായി ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. രാജാവിന്റെ ഹൃദയം കൂടുതൽ തകർന്നു. അയാൾ എപ്പോഴും തടാകക്കരയിൽ വന്നിരിക്കും, കുട്ടികളുമായി സംസാരിക്കും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. രാജാവിന്റെ മരണശേഷവും കുട്ടികൾ ഗാനങ്ങൾ ആലപിച്ച് അരയന്യങ്ങളായി തന്നെ ആ തടാകക്കരയിൽ തുടർന്നു. അവരുടെ പാട്ടുകൾ കേൾക്കാൻ ആളുകൾ അവിടെ വന്നിരിക്കുമായിരുന്നു. തടാകക്കരയിൽ 300 വർഷം ചെലവിട്ട ശേഷം അവർ മോയിലെ കടലിലേക്ക് യാത്രയായി. കടൽ വളരെ കഠിനവും
തണുപ്പുമുള്ളതായിരുന്നു ആ പാവം 4 അരയന്നങ്ങൾക്ക്. കൊടുങ്കാറ്റും ഉഗ്രമായ തിരമാലകളും അവരെ എപ്പോഴും വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. ഇരുണ്ട രാത്രികളും അതിശക്തമായ തണുപ്പും അവരെ പേടിപ്പിച്ചു. എങ്കിലും അവർ 4 പേരും ഒന്നിച്ചു തന്നെ നിന്നു. ഫിയോനുവാല എപ്പോഴും തൻ്റെ 3 സഹോദരന്മാരെ കൂടുതൽ ചേർത്തു പിടിച്ചു. അവർക്ക് ആശ്വാസവും ശക്തിയും പകർന്നു. ഒടുവിൽ അവിടെ 300 വർഷങ്ങൾ കൂടി ചിലവിട്ട ശേഷം ബാക്കിയുള്ള അവസാനത്തെ 300 വർഷങ്ങൾ ചെലവിടാൻ വേണ്ടി അവർ ഇനിസ് ഗ്ലോറ എന്ന ശാന്തമായ ഉൾക്കടലിൽ എത്തിച്ചേർന്നു. അവിടെ അവർ കുറേയൊക്കെ ആശ്വാസം കണ്ടെത്തി. അവിടുത്തെ കാറ്റും തിരമാലകളും ശാന്തമായിരുന്നു. അവർ ഗാനങ്ങളൊക്കെ ആലപിച്ച് അവിടെ തന്നെ കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അയർലൻഡൊക്കെ ആകെ മാറിപ്പോയിരുന്നു. അവർക്കറിയാവുന്ന ആളുകളൊന്നും ഇപ്പോൾ ഇല്ല. തങ്ങളുടെ ചുറ്റുമുള്ള ലോകം മാറിയതൊക്കെ കുറെ അവരും മനസ്സിലാക്കിയിരുന്നു. ഒരിക്കൽ സെയിന്റ് പാട്രിക് എന്ന ഒരു മഹത് വ്യക്തി ആ ഇനിസ് ഗ്ലോറ സന്ദർശിക്കുകയുണ്ടായി. അരണ്യങ്ങളുടെ പാട്ടുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് അവർ സാധാരണ അരണ്യങ്ങളല്ല എന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ആ 4 അരണ്യങ്ങളെയും അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന്റെ ശക്തി കൊണ്ട് അവർ അയോഫയുടെ മന്ത്രശക്തിയിൽ നിന്നും മോചിതരായി. 4 മനുഷ്യരായി തന്നെ അവർ ആ തീരത്തെത്തി. പക്ഷേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തീരെ ആരോഗ്യമില്ലാത്ത വയസ്സായ മനുഷ്യരെ പോലെയായിരുന്നു. തീരത്തെത്തിയ ആ 4 അരയന്യങ്ങളും പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. അങ്ങനെ അവർ സുഖപ്രദമായ നിത്യവിശ്രമത്തിലേക്ക് വീണു. നൂറ്റാണ്ടുകളായി ശാപം പേറി ജീവിച്ചുവെങ്കിലും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയിൽ ഒരുമിച്ച് നിന്ന് പോരാടിയ അവരെ അയർലൻഡിലെ ആളുകൾ എപ്പോഴും ഓർത്തുവെക്കുന്നു.